ഹായ് ഡിയേഴ്സ്, ഇന്നൊരു ഈസി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ക്യാരറ്റ് ലഡു ആണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ചെറിയ ഹോളിലിട്ടിട്ട് വേണം കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ, കാരണം നമുക്ക് ചെറുതായി കിട്ടിയാലാണ് വേഗം വേവുള്ളൂ. അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് 2 കപ്പാണ് വേണ്ടത്. ഞാൻ 6 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 കപ്പ് കിട്ടും. പിന്നെ തേങ്ങ ചിരകിയത്, പിന്നെ പഞ്ചസാര പൊടിച്ചത്, പഞ്ചസാരയിൽ ഏലക്ക ഇട്ട് പൊടിച്ചിട്ടുണ്ട്. പിന്നെ 1/2 കപ്പ് പാല്, 1/2 കപ്പാണ് കേട്ടോ തേങ്ങ ചിരകിയതും പാലും. പിന്നെ കുറച്ച് കാഷ്നട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഇപ്പോൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കാഷ്നട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. കാഷ്നട്ട് ഇതുപോലെ ബ്രൗൺ കളറായി നമുക്ക് ഈ നെയ്യിലേക്ക് തന്നെ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഒന്ന് വേവിക്കാം. ഞാനിതിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് നെയ്യ് കുറച്ച് കുറഞ്ഞ പോലെ തോന്നി. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മളെ ക്യാരറ്റ് ഇതുപോലെ ആയിട്ടുണ്ടാവും വെന്തിട്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിനി പാലൊഴിച്ച് കൊടുക്കുക. മീഡിയം ഓർ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി, ഒരിക്കലും കൂട്ടി വെക്കരുത് കേട്ടോ. വീണ്ടും നമുക്കൊരു 7 അല്ലെങ്കിൽ ഒരു 8 മിനിറ്റ് വരെ നമുക്ക് കുക്ക് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ചെറിയ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തിട്ട് മധുരം നോക്കിയതിന് ശേഷം പിന്നെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊരു 15 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതാ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ചെറിയ ബോളുകളാക്കി നമുക്ക് സെർവ് ചെയ്യാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഈസി റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.